Iqoo Z7s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ചില റെൻഡേഴ്സും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യയിൽ സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിന് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo Z7s എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Iqoo Z7sൽ 6.38 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 2400x1080 ആയിരിക്കും. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. പഞ്ചോൾ ഡിസൈനൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമോലെഡ് ഡിസ്പ്ലേയും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരാൻ സാധ്യതയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള Iqoo Z7 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 172 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.8 mm ആയിരിക്കും. അപ്പം അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും Iqoo Z7s. പിന്നെ ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ബാക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ Iqoo Z7 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം Iqoo Z7 എന്ന സ്മാർട്ട് ഫോണിലും ഇതേ സെയിം ബാറ്ററി സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സെറ്റപ്പും പിന്നെ ബാറ്ററി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഡിഫറൻസ് എവിടെയാണ് വരിക എന്ന് ചോദിച്ചാൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിലായിരിക്കും ഡിഫറൻസ് വരിക. ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. Iqoo Z7ൽ മീഡിയാടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സറിൻ്റെ അത്ര മികച്ചൊരു പ്രോസസ്സറല്ല, അതിൻ്റെ താഴേക്ക് വരുന്ന പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ Iqoo Z7നും ഈ ഫോണും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അതായിരിക്കും. പിന്നെ പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ വിവോ T2 എന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ T2ൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ വിവോ T2ൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഓൾറെഡി വിവോ T2 5G എന്ന സ്മാർട്ട് ഫോൺ Iqoo Z7 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ചെറിയ രീതിയിൽ ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരുന്നു. ഇപ്പം വരുന്ന Iqoo Z7s എന്ന സ്മാർട്ട് ഫോൺ വിവോ T2 5G എന്ന ഫോണിൻ്റെ എക്സാക്ട് റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിവോ T2 എന്നുള്ള സ്മാർട്ട് ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ട് വിവോ Y100A എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റീബ്രാൻഡിങ്ങിൻ്റെ ഒരു കളിയാണ്. എന്തായാലും Iqoo Z7s എന്ന സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലും വരാനാണ് സാധ്യത. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. പിന്നെ എക്സ്റ്റൻഡഡ് റാം 3.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ എക്സ്ട്രാ ആയിട്ട് 6GB റാം അല്ലാന്നുണ്ടെങ്കിൽ 8GB റാം എക്സ്ട്രാ ലഭിച്ചേക്കാം. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി എന്ന് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നു വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഈ ഫോൺ ഇപ്പം സർട്ടിഫിക്കേഷൻ സൈറ്റിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സർട്ടിഫിക്കേഷൻ സൈറ്റുകളിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ജൂണിലൊക്കെ ആയിട്ട് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല. കൺഫർമേഷൻസ് ഒക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ Iqoo Z7 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്.
കാര്യമായിട്ടുള്ള ഡിഫറൻസ് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. Iqoo Z7ൻ്റെ അത്ര മികച്ച പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നില്ല. അപ്പം വില അതിനേക്കാൾ കുറയാനാണ് ചാൻസ്. അപ്പം ഈ ഫോൺ നമുക്ക് ഒരു 17,000 അല്ലാന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വിവോ T2 5G എന്ന ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ വില അത്ര വരാൻ ചാൻസ് ഇല്ല. കാരണം പൊതുവേ അങ്ങനെയാണ്, വിവോയുടെ അത്ര വില Iqoo ഫോൺസിന് വരാറില്ല. എന്തായാലും Iqoo Z7s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.